ഗുഡ് മോർണിംഗ്. ഇന്ന് ഭയങ്കര ശാന്തസുന്ദരമായിട്ടൊരു ദിവസമാണ് കേട്ടോ. അധികം സൂര്യനില്ല എന്നല്ല, അധികം വെയിലുമില്ല, എന്നാൽ മഴക്കാറില്ല താനും. അങ്ങനത്തെ ഒരു ദിവസമാണേ. ഇതേ മൾബറി ഉണ്ടായി കിടക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസമൊക്കെയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ചൂട് കാരണം. പക്ഷെ ഇതൊന്നും ഉണ്ടോ, നല്ല കാറ്റും, ചിലപ്പോൾ വൈകുന്നേരത്തേക്ക് മഴയൊക്കെ പെയ്യുമായിരിക്കും. നന്നായിട്ടിങ്ങനെ പുതച്ചു മുടി കിടന്നുറങ്ങാൻ തോന്നുന്ന ഒരു കാലാവസ്ഥയുണ്ടല്ലോ, ആ കാലാവസ്ഥ ഇന്ന്. അപ്പം ഇന്ന് മമ്മി ഇവിടെ ചേന നടാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ ചേനയൊക്കെ ഉണ്ടല്ലോ, ചാണകം മുക്കിതേ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ ചാണകം മുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ മുളയൊക്കെ കണ്ടോ, ഇതൊക്കെ ചാണകം മുക്കി വെച്ചേക്കുന്ന ചേനയാണേ. അതിൽ മുളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞത് മഴ പെയ്ത് കഴിഞ്ഞിട്ട് നടണം എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കമുക് നടാം. അത് അവിടെ ഒരു കമുക് നടാം. പിന്നല്ലേ കപ്പ, നമ്മൾ അത്ര കുഴി കപ്പ വെച്ചായിരുന്നു. അവിടെ ഒരു കമുക് നടാം. ആ കട്ട എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട്, സിമിൻ്റ് കട്ടയെ എടുത്ത് മാറ്റി അതിൻ്റെ ഇച്ചിരി മുകളിലോട്ട് ഒരെണ്ണോടെ നടാം. രണ്ടെണ്ണം, ഇതെവിടെ ഒരെണ്ണം, മൂന്ന് കമുകും കൂടെ ആ പറമ്പിൽ വെക്കാം. എന്നാലും ഇവിടെയും വെക്കാം, 1 2 എണ്ണം. ഭയങ്കര ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേന നടാൻ വന്നിട്ട് ഇപ്പോൾ കമുക് വരെ എത്തി. കുമ്മായം ചാണപ്പൊടി മാത്രമേ ഉള്ളോ? ഇത്രയും കുഴിച്ചാൽ മതി, ഇനി ചൂട് കുഴിക്കണ്ട. മണ്ണ് ശകലം കുഴിച്ചിട്ട് ചേന വെക്കുക. ചേന മേളിലേക്ക് പൊങ്ങി വരുമ്പോൾ വളർച്ച വലുതായി കിട്ടാൻ വേണ്ടിയാണ് ചെറിയ കുഴി എടുക്കുന്നത്. മണ്ണിന് ആഴമില്ലാതെ ചെറുതായിട്ട്. ഞാൻ ആദ്യം ഓർത്തന്നെ അറിയോ, ഈ കുഴിയൊക്കെ വലിയ അമണ്ടം കുഴി എടുത്തിട്ട് എൻ്റെ ഇടയ്ക്ക് ചേന ഇറക്കി വെക്കുമായിരിക്കും. നമ്മളങ്ങനെയായിരുന്നു ഇത്രയും കാലം. മമ്മി അങ്ങനെയാണോ ചെയ്തോണ്ടിരുന്നത്? എന്നും അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. എന്നിട്ട് എന്നാലും വലിയ ചേന കിട്ടുമായിരുന്നു. പക്ഷെ കമ്പിയൊക്കെ ഇട്ടാണ് പൊക്കി ചേന എടുത്തോണ്ടിരുന്നത്. അപ്പം ഇനി വലുതാവുമ്പോൾ ഇനി മുകളിലേക്ക് മണ്ണ് വെട്ടി കൂട്ടിയാൽ മതിയോ? മണ്ണ് വെട്ടിക്കൂട്ടി കരിയിലിട്ട്. ഇത് ലൂസിയാണ് ഭയങ്കര ചേന, അല്ലെങ്കിൽ കൃഷിക്കാരി ലൂസിയല്ലേ. അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ ചേന വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചാണകം ഇടുക. ചാണകം ഇട്ടിട്ട് കരികിൽ വാരി മൂടിയിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണ് മുള കയറി വരാൻ പാകത്തിന് തടയാതെ, മണ്ണ് ഒരുപാട് കട്ടിയിലിട്ട് കഴിഞ്ഞാൽ മുള കയറി വരാൻ പാട് വരും. അതുകൊണ്ട് കരിയിൽ ഇട്ട് വെച്ച് ശകലം മണ്ണ് വെട്ടിക്കൂട്ടി വെച്ച് അത് കഴിഞ്ഞ് മുളച്ച് കയറി വന്നു കഴിഞ്ഞ് ഒരു ഏകദേശം ഇതാകുമ്പോഴത്തേക്കും ചെത്തി കൂട്ടിയിട്ട് വളം ഇട്ട് കൊടുക്കും. കേട്ടോ? മമ്മി ഇതൊക്കെ എന്ന് പഠിക്കും? ഞാൻ ചെയ്തോണ്ടിരുന്ന എല്ലാം നേരെ കടക വരുത്ത. പക്ഷെ ചേന നല്ല കാറ്റുണ്ടല്ലേ, നല്ല ചേന ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഈ കാണുന്ന മരം എന്താണെന്നറിയാവോ? ഇതാണ് കേട്ടോ മുള്ളാത്ത. ഇത് മമ്മി പറഞ്ഞാൽ ഇങ്ങനെ ചക്കപ്പഴം പോലെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞത്. നിറച്ച് നീറാണ്. ഇപ്പോൾ തൊട്ട് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിറച്ച് നീറ് കയറിയിരിക്കുക. ഇത് ക്യാൻസറിനെയൊക്കെ പ്രതിരോധിക്കുന്ന എന്തോ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞേ. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കണ്ടോ, മുള്ളാത്ത. ചാണകം, ഉണക്കച്ചാണകം, ചാണകപ്പൊടി. ഉണക്കച്ചാണകപ്പൊടി താഴ്ന്ന് എടുത്തോന്നാണോ ഭൂമിയങ്കൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? ആണോ? ഒരു കൊട്ടയ്ക്ക് 40 രൂപ. കിട്ടോ? ഇത് പോരെ, എന്തിനും ഒരുപാട് ഇടുന്ന് മൂടിപ്പോയി. ചാണകം ഒത്തിരി ഇടുമ്പോൾ ഒരു കൊട്ടയൊക്കെ അല്ലത് ഇടുന്നത്. അയ്യോ, തികയില്ല. പിന്നെ മതി നമുക്ക് 2 ചാക്കുണ്ട്. ഇത് മധുരക്കിഴങ്ങല്ലേ? ഇതിന് ഒരുപാട് വളർന്നു വരുമോ? അതിങ്ങനെ പടർന്ന് പന്തലിക്കുകയാണോ? ആണല്ലേ. അൺഫോർച്ചുനേറ്റ്ലി എനിക്കിഷ്ടമാത്ത സാധനങ്ങൾ ഏറ്റവും കൂടുതൽ പറമ്പിലുള്ളത്. ഈ ചേനയോട് വലിയ താല്പര്യമില്ല, മധുരക്കിഴങ്ങിനോട് താല്പര്യമേ ഇല്ല. അതൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. നമുക്ക് താല്പര്യമുള്ള ചേമ്പാണെങ്കിൽ ഇല്ല. നേഴ്സ് മമ്മി എല്ലായിടത്തും ചേന വെച്ച് പോകുന്നു. കണ്ടോ, ഞാൻ നട്ടു വെച്ച വഴുതനങ്ങ കേട്ടോ, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. ഇങ്ങനെ എന്നെ മുരടിച്ച് നിൽക്കും, ഒരു വളർച്ചയില്ല ഇതിനങ്ങോട്ട്. ഈ ചീനിയൊക്കെ ഞാൻ ആ പറമ്പിൽ കൂടെ നടന്നപ്പോഴേ, ഈ കാന്താരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കിളിയൊക്കെ കൊത്തിയിട്ടുണ്ടാവുന്ന ചീനിയില്ലേ, അങ്ങനെ കിടന്ന ചീനിയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി പറിച്ച് ഒരു നിരയാക്കി നട്ട് വെച്ചതാണ്. ഇവൻ കുഴപ്പമില്ല, 4 പേരും വൃത്തിയായിട്ടുണ്ടായി വരുന്നുണ്ട്. കുഴി എടുത്തിട്ടുണ്ട്. 13 കുഴിയോ? 12 ആണ് ഞാൻ പറഞ്ഞ കേട്ടോ ലൂസി. അങ്ങനെ 13 മൂട് ചേനയ്ക്കുള്ള കുഴികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 13 കുഴി, 13 മൂട് ചേനയല്ലേ? കുഴി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലേക്ക് കരിയിലേക്ക്, നമ്മുടെ പറമ്പിൽ പിന്നെ കരിയിലേക്ക് ഒരു ക്ഷാമവും ഇല്ല. ഈ പ്ലാവുള്ളതുകൊണ്ട് നിറച്ചും കരിയില്ല.
അപ്പോൾ കരിയിലേക്ക് എൻ്റെ മുകളിൽ എൻ്റെ അമ്മയെ നിറച്ച് ഉറുമ്പുണ്ട്. കരിയിൽ വാരിയിട്ടിട്ട് എൻ്റെ മുകളിൽ മണ്ണോടി ഇട്ടിട്ട് കഴിഞ്ഞു. അത്രയല്ലേ ഉള്ളൂ? ഇത്രയും കൂട്ടി വെക്കണല്ലേ ചേച്ചി? മണ്ണോടി വെട്ടിയിട്ട് കൂട്ടുക. നല്ല കാലാവസ്ഥ അല്ലേ? ഇന്ന് മഴ പെയ്യുമോ? അതെ, അല്ലെങ്കിൽ ഇന്നലെങ്ങാനും ആ ചേനാടൻ തീരുമാനിച്ചായിരുന്നെങ്കിലുണ്ടല്ലോ കരിഞ്ഞു പോകാൻ. എന്നെ ചൂടായിരുന്നു ഇന്നലെ. ഇതെന്താ ചേമ്പ് നടാത്ത ഈ പ്രാവശ്യം? ചേമ്പുണ്ടോ? ഒന്ന് ചേമ്പ് നടണം കേട്ടോ. ഇനി മൂടണം അല്ലേ? പ്ലാവിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി പ്ലാവിനൊരു മാല, ചിരട്ടമാല. നമ്മുടെ മാവുണ്ടല്ലോ, അതേ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് മമ്മി താഴെ മാത്രമുള്ള ചേനയ്ക്ക് കുഴി എടുത്തേക്കുന്നതാണേ. ഇത് ഇവിടെയൊക്കെ ഇവിടെ ഉണ്ടൊരു 3 കുഴി. ഇവിടെ 3 കുഴി എടുത്ത് വെച്ചത് ചോട്ട് ചേന വെച്ചേക്കുന്നത് കണ്ടോ. അപ്പം ഞാൻ സത്യം പറഞ്ഞ ഇവിടെ വന്നത് ഇവിടെ ഒരു മാവുണ്ട് നമ്മുടെ. ഇത് കണ്ടോ, ചെറിയൊരു മാവാണേ. കഴിഞ്ഞ വട്ടം കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം കുറേ കായ്ച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അയച്ചുവിടാ. നമുക്കിങ്ങനെ വന്നിട്ട് ഇവിടെ നിന്നുകൊണ്ടിങ്ങനെ പറിച്ചെടുക്കാം. മുകളിലത്തെ പറമ്പല്ലേ. അപ്പോൾ അവിടെ അതിൻ്റെ അമ്മയെ ഉറുമ്പുണ്ട് കേട്ടോ, കാക്കുറുമ്പ്. കൈ മുഴുവൻ ഉറുമ്പ്. ഇതിവിടെ നിന്ന് വന്നിട്ടിങ്ങനെ പറിച്ചെടുക്കുക. ഇത് കണ്ടോ, അയ്യോ. ഇതിലായിട്ട് ഞങ്ങളാരും പറിച്ചില്ല. ഇച്ചിരി കൂടി മൂത്തിട്ട് പറിക്കാമെന്ന് ഓർത്തിട്ട്. ചേനയാ കണ്ടോ. ഇന്നായതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതൊക്കെ. ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട്. ഇന്നലെയൊക്കെ എൻ്റെ ദൈവമേ ഞാൻ ഈ പരിസരത്തേക്ക് ഒരു വന്നില്ലായിരുന്നു. എന്നെ ചൂടായിരുന്നു. ഈ പറമ്പിലായാലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കപ്പയൊക്കെ പറിച്ചിട്ട് ഇനി അടുത്ത ദിവസം വന്നിട്ട് ഈ പറമ്പ് ഈ മണ്ണ് മുഴുവൻ ഇളക്കിയിടാനും പിന്നെ അവിടെ ചേനയോ വീണ്ടും കപ്പ ഇറക്കാനോ അങ്ങനെ എന്തൊക്കെയൊക്കെയോ പരിപാടികളാണ് നടക്കുന്നത്. താഴെ മമ്മിയും ലൂസ് ചേച്ചി നല്ല പണിയാണ്. എനിക്ക് പക്ഷേ അടുക്കളയിൽ കുറച്ച് പണികളുള്ളതുകൊണ്ട് ഞാൻ പോവുകയാണ്. ഹായ്. അപ്പം അവിടെ താഴെ ചേന നടലും ചേമ്പ് തിടലും ഒക്കെ കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കുറച്ച് കഴിയുമ്പോഴേക്കും ചോറിനാൻ കയറി വരും. അപ്പോൾ അതിനു മുമ്പ് അവർക്ക് കറികളൊക്കെ റെഡി ആയിട്ട് വെക്കണം. സമയം ഓൾറെഡി 1:30 അവരൊരു 2:30 ആകുമ്പോഴേക്കും കയറി വരും. അതിനിപ്പുറം നമ്മൾ ചോറും കറികളൊക്കെ റെഡിയാക്കി വെക്കണ്ടേ. അപ്പോൾ അവളോട് പറമ്പിലൊക്കെ പണിയെടുത്ത് വിശന്നല്ലേ വരുന്നേ. ഇപ്പം തെറിച്ചു പോയേ. വർത്താനം പറഞ്ഞിപ്പോൾ വിരൽ തെറിച്ച് വേറെ വഴിക്ക് പോയാൽ വെച്ച കട്ടിയുണ്ട് കേട്ടോ. നല്ല മുഴുത്ത കൂർക്കയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അയലമീൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അയലമീൻ വെച്ച് ചെറിയൊരു ചാറുകറി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ തന്നെ പറമ്പിലുണ്ടായ കോവയ്ക്ക വെച്ച് തോരനുണ്ടാക്കി. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ പുറത്ത് ഇന്നലെ പോയപ്പോൾ ഇങ്ങനെ നമ്മുടെ തൊടുപുഴ കൂർക്ക വിറ്റുകൊണ്ടിരിക്കണു. അപ്പോൾ അത് നോക്കിയപ്പം വലുതാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളിങ്ങനെ ഒരു മാന്തി എടുത്ത് കടയിൽ തരുമ്പോഴേ ചിലപ്പോൾ ഒരു മുകളിലേക്ക് വലുതിട്ട് താഴത്തെ ചേർത്തൊക്കെ ഇങ്ങനെ വാരി തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല. അപ്പം മങ്ങാട്ടുകലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടായിരുന്നു ഇങ്ങനെ കൂർക്ക കിടക്കുന്നത്. 1.5 കിലോയ്ക്ക് 100 രൂപ. 1.5 കിലോയ്ക്ക് 100 രൂപ അതായിരുന്നു എൻ്റെ റേറ്റ്. അപ്പോൾ അങ്ങനെ കൂർക്ക മേടിച്ചു. ഇതേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല മുഴുത്ത കൂർക്കയാണ്. ഇതുണ്ടോ, നല്ല സൈസുള്ള കറക്റ്റായിട്ട് സൈസുള്ള കൂർക്കയാണ്. അപ്പം പിന്നെ ഒരുപാട് മണ്ണിങ്ങനെ പിടിച്ചിരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യപ്പോൾ അപ്പം ഞാൻ ഈ കൂർക്ക കണ്ടതിൻ്റെ ആക്രാന്തത്തിൽ ഒരു 1.5 കിലോ കൂടി വാരി പൊത്തിങ്ങ് എടുത്തു. അപ്പോൾ കുറച്ച് ഇപ്പോൾ ഉണ്ടാക്കും, മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയാണ്. ഇന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കും. നാളെ ആകുമ്പോൾ കൂർക്ക തോരനാക്കാമല്ലോ. കൂർക്ക ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ എങ്ങനെ കിട്ടിയാലും കഴിക്കും. ഇന്ന് ഓൾറെഡി ഒരു തോരനുള്ളത് കൊണ്ട് ഇന്ന് മെഴുക്കുരട്ടി, നാളെ തോരൻ. ഇനി വരുന്ന ഒരാഴ്ചത്തേക്ക് ഒരു കൂർക്ക വാരമായിട്ട് ഞങ്ങൾ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഞാനും മമ്മിയല്ലേ ഉള്ളൂ. അപ്പം ഒരുപാട് ഇപ്പോൾ ഉണ്ടാക്കി ഇങ്ങനെ മല പോലെ ഫ്രിഡ്ജ് വെച്ചിട്ടും കാര്യമൊന്നുമില്ല. കുറച്ച് ഉണ്ടാക്കി. ഒന്നും ചേച്ചിയും കൂടി ഉള്ളത് കൊണ്ട് കുറച്ചധികം ഞാൻ എടുക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് കൂടിപ്പോയി. ഞാൻ വിചാരിച്ചു തികയില്ല എന്ന് ഓർത്തുകൊണ്ട് എടുത്ത വർഷത്ത് കുറച്ച് കൂടിപ്പോയി. സാരമില്ല, അപ്പോൾ വൈകുന്നേരത്തേക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് എത്ര പേർക്ക് കൂർക്ക ഇഷ്ടമുണ്ട്? എനിക്കൊന്നും എല്ലാവർക്കും തന്നെ കൂർക്കയൊക്കെ അല്ല, എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കൂർക്ക ഇഷ്ടമാകാത്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടാത്ത കുറേ പേരുണ്ട്. പിന്നെ ഇഷ്ടമുള്ള ആൾക്കാരായാലും അത് ക്ലീൻ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിക്കാതിരിക്കുന്നവരുണ്ട്. അതിലൊരാളാണ് ഞാൻ. ദുബായിലായിരുന്ന സമയത്ത് എനിക്കിങ്ങനെ കൂർക്ക കാണുമ്പോൾ അവിടെ ഭയങ്കര കുഞ്ഞു കൂർക്കയാണ് വരുന്നത്. അപ്പം അത് കാണുമ്പോൾ ഇങ്ങനെ കൊതിയായിട്ട് മേടിച്ചാലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഈ ക്ലീൻ ചെയ്യാനുള്ള മടി കാരണം ചെയ്യത്തില്ല. പിന്നെ അതല്ല ആ സമയത്ത് നമ്മൾ ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിൽ പോകല്ലേ, ഈ കയ്യിലൊക്കെ ഇതുണ്ടോ,
ഇങ്ങനെ കറ പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും അത് ശരിയല്ല. അങ്ങനെയല്ല, അങ്ങനെ ശരിയല്ലെന്നല്ല, ഇങ്ങനെ കറയൊക്കെ പറ്റിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഭയങ്കര ഹൈജീനിക്കായിട്ട് പോകണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മേടിക്കത്തില്ല. പിന്നെ അവിടെ നമുക്ക് ചെല്ലുമ്പം ഒരു ജസ്റ്റ് വല പോലത്തെ ഇങ്ങനെ ഇടുന്ന സാധനം തരും. അപ്പം അതിനകത്ത് അവർ പറഞ്ഞത് വെച്ച് ഇങ്ങനെ ചിരകിയാൽ മതി, അപ്പോൾ കുറേ മണ്ണ് സാധനമൊക്കെ പോകും എന്നൊക്കെ പറയും. പക്ഷെ ചെറുതായതുകൊണ്ട് തന്നെ മേടിക്കാൻ ഒരു മടിയായിരുന്നു. അപ്പം ഇവിടെ ഞാൻ നോക്കിയപ്പോൾ നല്ല കൂർക്ക. ഇനി അടുത്ത ദിവസം വേണം മറ്റേ അങ്കമാലി സ്റ്റൈലിൽ കുറച്ച് കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി. ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് കേട്ടോ. ചേട്ടൻ പറഞ്ഞായിരുന്നു ചേട്ടയ്ക്ക് കൂർക്ക വിത്ത് പോർക്കൊക്കെ ഇട്ടിങ്ങനെ അങ്കമാലിക്കാരുടെ ഒരു സ്പെഷ്യൽ വരട്ടി ഉണ്ടാക്കത്തില്ലേ, അതൊക്കെ ചേട്ടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനിതുവരെയായിട്ടും ട്രൈ പോലും ചെയ്തിട്ടില്ല. അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഇരിക്കണോ. ഇനി ചേട്ടൻ വരാൻ വേണ്ടി വെറും 10 ദിവസമുള്ളൂ. കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എൻ്റെ കൂർക്ക മെഴുക്ക് പുരട്ടിയും ഒക്കെ ശരിയാക്കട്ടെ. അവർ നമ്മൾ പാവങ്ങൾ വിശന്നിരിക്കുമായിരിക്കും. ഞാനിവിടെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ പാവം പട്ടിണിയായിപ്പോവും. പിന്നെ കുറച്ച് മമ്മി ഒന്ന് ചീത്ത പറയാൻ തുടങ്ങും. എന്താണ് ഇതിലായിട്ട് കുക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് വിശക്കുന്നു എന്നൊക്കെ പറയും. ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി കുക്ക് ചെയ്യട്ടെ. ഇനി കുറച്ചും കൂടി അറിയാനുണ്ട് കേട്ടോ. ഇത്ര കൂടി അറിയാനുണ്ട്. ഇത്ര കൂടി അറിയാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.